എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒത്തിരി പേർക്ക് വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. എല്ലാവരും പറയുന്നത് എത്ര ബഡ്ജറ്റ് ആവുമെന്ന് ഏകദേശം അറിയണം, അതുപോലെ തന്നെ എങ്ങനെ ഇത് കറക്റ്റായിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരും, എങ്ങനെയാണ് സെയിൽ കിട്ടുക, എത്ര പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ജ്വല്ലറി ബിസിനസ് ചെയ്തിട്ടുണ്ട്, കറൻലി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ജ്വല്ലറി ബിസിനസ്സിൽ എത്ര മുതൽ മുടക്കുണ്ട്? അപ്പോൾ അതാണ് ആദ്യം എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ജ്വല്ലറി ബിസിനസ്സിലോട്ട് തിരിഞ്ഞപ്പം ആദ്യം ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ വെറും 1000 രൂപയ്ക്ക് ഉള്ളിലാണ്. 1000 രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്കും ജ്വല്ലറി ബിസിനസ് തുടങ്ങാൻ പറ്റും. കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, 1000 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാം. ആദ്യം നമ്മൾ മാർക്കറ്റ് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. ഇപ്പോഴും തന്നെ ഒത്തിരി ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ജ്വല്ലറി ഓർണമെൻറ്റ്സ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേജൊക്കെ റെഫർ ചെയ്യാം. ഇപ്പോഴും മാർക്കറ്റിൽ ഏതാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ മോഡൽസാണ് വരുന്നത്, അങ്ങനെയുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ പർച്ചേസിംഗ് ആണ്. പർച്ചേസിങ് ജ്വല്ലറി ചീപ്പായിട്ട് കിട്ടുന്നത് ഓഫ് കോഴ്സ് മുംബൈ, ഡൽഹിയിലൊക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു 1000 അല്ലെങ്കിൽ പോട്ടെ ഒരു 5000 രൂപയ്ക്കെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലൊന്നും പോയി എടുക്കുന്നത് അഫോർഡബിൾ ആയിരിക്കില്ല. കാരണം അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോകേണ്ട എക്സ്പെൻസ്, നമ്മൾ അവിടെ പോയി താമസിക്കേണ്ട ഹോട്ടൽ റൂം എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ് എല്ലാം കൂടി അത്യാവശ്യം നല്ല ബഡ്ജറ്റാവും. അപ്പം ഞാൻ ആദ്യം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത് ബ്രോഡ്വേയിലായിരുന്നു. ബ്രോഡ്വേയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ജ്വല്ലറി ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഷോപ്പ് കാണാൻ സാധിക്കും. എറണാകുളത്താണ്. അപ്പോൾ ചില കടകളിൽ 30,000 രൂപക്കൊക്കെ ഫസ്റ്റ് എടുക്കണം. അതായത് 30,000 രൂപയാണ് മിനിമം പർച്ചേസ്. പക്ഷേ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് അകത്തൊക്കെ എടുക്കാൻ പറ്റുന്ന, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റുന്ന ഒത്തിരി ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്ന പോലെ ജ്വല്ലറി ഒരിക്കലും ചെയ്യരുത്. കാരണം പോയി നോക്കിയിട്ട് തന്നെ എടുക്കുക. കാരണം ജ്വല്ലറീസ് ഒന്നും ആരും അങ്ങനെ ഫോട്ടോസ് ഇടില്ല. ചിലപ്പോൾ ചെറിയ എമൗണ്ടിൻ്റെ ഒക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് കൊറിയർ ചെയ്യുമ്പോഴും ചിലപ്പോൾ കല്ല് പോയി അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്ന ഒരാൾ പോയിട്ട് ബ്രോഡ്വേയിൽ എറണാകുളത്ത് പോയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവിടെ അത്യാവശ്യം കളക്ഷൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുറവൊന്നുമല്ല, എന്നാലും ഓക്കെ, നമുക്ക് 1000 രൂപക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. കുറച്ച് റേറ്റ് കുറഞ്ഞതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ റേറ്റ് കൂടിയ വലിയ ഹെവി സൈസ് സാധനങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയ്ക്കകത്ത് എന്തായാലും ആവില്ല. ഞാൻ സിമ്പിൾ ടൈപ്പായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പർച്ചേസ് ചെയ്ത ശേഷം എങ്ങനെ ഇത് നമ്മൾ എടുക്കും, നമ്മളെങ്ങനെ ആൾക്കാർക്ക് സെല്ല് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൂടെയാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കിലൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ആദ്യം ബിസിനസ്സിൻ്റെ അക്കൗണ്ട് എടുക്കുക, ബിസിനസ്സിനായിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എടുക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ വിയർ ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ്, റീൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സായിട്ട് അവർ മാറും. അതായത് 1500 രൂപയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് അപ്പം തന്നെ അയച്ചു തരും. അതല്ലാതെ ലൈവ് ക്ലാസ്സും ഉണ്ടാകും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കണ്ടിട്ട് സംശയം ചോദിക്കാം. സൂം മീറ്റിങ്ങിൽ അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു വീഡിയോയും നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, മാർക്കറ്റിങ്ങിന് നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അല്ലാത്തവർ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് എന്ത് വീഡിയോ ചെയ്യണമെന്നും കൂടി ഒന്ന് താല്പര്യമുള്ളവരൊന്ന് പറഞ്ഞേക്കോ. ഞാൻ ആ ടൈപ്പ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.